സൗഖ്യമാവട്ടെ, സൗഖ്യമാവട്ടെ. മനസ്സിന്റെ സ്വസ്ഥതപ്പെടുത്തുന്ന, ജീവിതത്തിന്റെ സ്വസ്ഥതപ്പെടുത്തുന്ന സൗഖ്യമാവട്ടെ, സൗഖ്യമാവട്ടെ. വെളിവുണ്ടാവട്ടെ, വെളിവുണ്ടാവട്ടെ. മനസ്സമാധാനം താടാ. ദൈവമേ, സ്തോത്രം കർത്താവേ. കേൾക്കേണ്ട സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താനെ എന്റെ ഭവനത്തിൽ നിന്ന് കടന്നു പോ. വിളി മോളെ. കാര്യം ഞാനൊരു പട്ടാളക്കാരനാണ്. എന്റെ മുമ്പിൽ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ഈ നാറ് എങ്ങാനും അവൾ അടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല. ഇച്ചായം പേടിക്കണ്ട, എനിക്ക് അവളെ അറിയാം. അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇച്ചായ, അന്ന ചേച്ചി, ഇച്ചായ. എന്നാടി എന്നാ പറ്റി? ഇച്ചായ ചാച്ചിന് തീരെ സുഖമില്ലെന്ന് വേഗം വരുമോ? യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം എന്നും എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം. നിർത്തിക്കേ. ഹോസ്പിറ്റലിലോട്ട് എന്തേ കാണിക്കണേ? പ്രാർത്ഥനയിലൊന്നും കണ്ടില്ലേ? കോശിച്ചാന്റെ ദൈവകൃപ കൊണ്ട് എല്ലാം സൗഖ്യം പ്രാപിക്കും. പഠിക്കോ? എന്നും എന്നും സ്തോത്രം, എന്നും എന്നും സ്തോത്രം, എന്നും എന്നും സ്തോത്രം എന്നും എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം. ഒന്നങ്ങോട്ട് ഒരു കാര്യം. സ്തോത്രം എന്നേക്കും. അത് നിങ്ങൾ പഠിക്കോ? ദൈവത്തിനു സ്തോത്രം, ദൈവത്തിന് എന്താ മതി മതി മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം കൊച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ. കോച്ചായ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പിടിച്ച് പതുക്കെ. അയ്യോ. 1/2 മണിക്കൂർ കഴിഞ്ഞ് BP ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൈ BP ആയിരുന്നു, ഇപ്പൊ കൊണ്ടുവന്നത് നന്നായി. ഓ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്തിക്രിസ്തു നിൽക്കുന്നു, അന്തിക്രിസ്തു. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ പൂവൻകോഴി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ഒറ്റ വോട്ടർമാരെ പോലും വിടുന്ന പ്രശ്നമില്ല. വോട്ടെണ്ണി കഴിയുമ്പോഴേ എന്തായാലും പഞ്ചായത്തിൽ പൂവൻകോഴി പോകുമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ പോസ്റ്ററുകൾ കൂടുതൽ അവന്റെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചേക്കും. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണേ. അത് പോട്ടെ. പിന്നെ ഇലക്ഷൻ മുമ്പ് ബഷീർ നാട്ടിൽ വരുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണ് അവൻ പറഞ്ഞത്. എന്നാലേ ഒരു 6 നാരങ്ങ സോഡ. നമസ്തേ മാഷേ. നമസ്കാരം. ആ ബൈറ്റിയെ തുടങ്ങാം. ഒരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയുമായി നമുക്കെപ്പോഴും സമ്പർക്കമുണ്ടാവണം. ഉണ്ട്, സമ്പർക്കമുണ്ട്. 1-2 ഹിന്ദി പണിക്കാരോടെ അത്യാവശ്യം സമ്പർക്കമുണ്ട്. ആ സമ്പർക്കം അത്ര ശരിയാവാത്തതുകൊണ്ടാ ഹിന്ദി തന്നെ പഠിക്കാൻ വന്നേ. ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഹിന്ദി. ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരമാല മുതൽ പഠിച്ചേ പറ്റൂ. ഒരു ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ക്രമമായി അടുക്കിയ പട്ടികയാണ് അക്ഷരമാല. പൊതുവേ ഭാഷ ഉത്ഭവിച്ച് വളരെ കാലത്തിന് ശേഷമാണ് അക്ഷരമാല ക്രമീകരിക്കപ്പെടുക. ബിരിയാണി തിന്നുന്നതിന് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു തുടങ്ങണോ സാറേ? എന്റെ പണിക്കാരോട് അത്യാവശ്യം ഹിന്ദി പറയണം. അവർ പറയുന്ന തെറി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. നമ്മുടെ പൈലി സാറിന് ഹിന്ദി ക്ലാസ് നടക്കുക. കോശിച്ചാനും പഠിക്കാൻ വരുന്നുണ്ട് ഹിന്ദി. ശരിയാ, അയാള് ഹിന്ദി പഠിക്കേണ്ടത് ഈ നാടിന് അത്യാവശ്യം. എന്നാ പുലിവാലാണ് ഉണ്ടാക്കി വെച്ചെന്ന്. അതേന്നേ, ഇച്ചിരി ഇരുന്നെങ്കിൽ ആ സാമൂല 16 അടിയന്തര പരിപാടികൾ നടത്തിയാണ്. അയാളൊരു കിണ്ടി അല്ല. പിന്നെ
നിങ്ങൾ എല്ലാവരും ഹിന്ദി പഠിക്കും. ഞാൻ MBA ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങ് ഡൽഹിയിലായിരിക്കും. മമദിക്ക ഉപ്പിട്ട നല്ല ഗ്യാസുള്ള സോഡ. കോശിച്ചായോ ചിഹ്നം മറക്കണ്ട, പൂവൻ കോഴി. നമുക്ക് വാരിക്കൂട് ഭാഗത്തേക്ക് പോവാം. അങ്ങോട്ട് വാ. അവിടെ കോടായി ഉണ്ട്. ഓ അതിന് വലിയ മൂർച്ചയൊന്നുമില്ല. കപ്പയും ബീഫും കിട്ടും. ഇന്ന് രാത്രി പരിപാടി വല്ലതും ഉണ്ടോ? രാത്രി പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എന്താ സമീറെ 4 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവസം എത്രയായി? मैंने कॉल किया था. ആരോട്? निंगलोड नानी मर गया तो पारन्यूम कोसी चाय नो. ആര് മർഗയാന്ന്? नानी നാനി മർഗയാന്ന് പറഞ്ഞ വലിയ മച്ച് മരിച്ചു എന്നാണ് അർത്ഥം. ആന്നോ? ആന്ന് ഒന്നുകൂടി വേണ്ടി വരുന്നു. ഇല്ലല്ല എന്നാ വിഷയം? ഒളിച്ചു തുടങ്ങി. ഈ ബാങ്ക് ലോണിന്റെ വിഷയം എടുത്തിട്ടപ്പോഴേ അവന്റെ പത്തി താനെ ഓടി ഞങ്ങൾ താഴെ വീണു. എന്റെ സാറേ, നിങ്ങൾ ഈ കോൺട്രാക്ട് വർക്കൊക്കെ നിർത്തി ഈ രാഷ്ട്രീയത്തിലേക്കൊന്ന് ഇറങ്ങുന്നു. അമ്മാതിരി പണിയല്ലേ കിടന്ന് ഈ പണിയുന്നത്. അവന്റെ ഒരു സ്റ്റേ മേടിക്കൽ കണ്ണിലെ കരടിനെ നൈസായിട്ടല്ലേ എടുത്ത് കളഞ്ഞത്. കോൺട്രാക്ടറെ, നമ്മളെ കാര്യമൊന്നും മറക്കല്ലേ. വേഗം പൊളിക്കടേ. ഗുണമുള്ള രീതിയിൽ നിന്നോട് വന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ല. ഒരു വീടല്ലേ പോയുള്ളൂ. നാളെ മുതൽ പാറ പൊട്ടിക്കാനുള്ള ഒരു തൊഴിലവസരവും കൂടെ ആയല്ലോ. സ്വന്തം വീട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സുരേന്ദ്രന് ഇപ്പം ഇങ്ങനെ ഒരു വാശിയൊക്കെ തോന്നുന്നത്. അല്ലാതെ ഇക്കാണുന്ന ക്വാറികളും വയൽ നികത്തിലും എല്ലാം നമ്മുടെ പരിസ്ഥിതിക്ക് അങ്ങനെ ആഘാതം വരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും അവർക്കെതിരെ പോരാടാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ, അത് തന്നെ സന്തോഷം. പക്ഷെ സൂക്ഷിക്കണം. പണവും അധികാരവും ഒത്തുചേർന്ന ഒരു വലിയ കോക്കസാണത്. ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം. ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം. അനധികൃതമായിട്ട് അനുമതി കിട്ടിയതാണെങ്കിൽ കൂടി അത് റദ്ദ് ചെയ്തെടുക്കുവാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരീരം കൊണ്ട് എനിക്ക് സുരേന്ദ്രനെ സഹായിക്കാൻ കഴിയില്ല, പക്ഷെ മറ്റു പല വിധത്തിലും കഴിയും. സമാന ചിന്താഗതിയുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്ക്. ധൈര്യമായിട്ട് പോ.